ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എമിനന്റ് PSC അക്കാഡമിയിലേക്ക് സ്വാഗതം. ശ്രദ്ധിക്കുക, നിലവിൽ നമ്മുടെ കേരള PSCയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ വിജ്ഞാപനം വന്നു. അപ്പോൾ നമുക്ക് ഇന്ന് അറിയേണ്ടത് ഈ വിജ്ഞാപനത്തിൻ്റെ ശമ്പള സ്കെയിൽ, ആരൊക്കെയാണ് നയിക്കാൻ യോഗ്യർ, എന്താണ് പ്രായപരിധി, എങ്ങനെയാണ് ഫിസിക്കൽ മെഡിക്കൽ കണ്ടീഷൻസ് കൃത്യമായി നമുക്ക് പരിശോധിക്കണം. അപ്പോൾ തുടങ്ങിയാലോ. അപ്പോൾ അതിനു മുന്നേ നമ്മുടെ നിലവിൽ നമ്മുടെ യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ ചാനൽ കൃത്യം സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക, എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക. തുടങ്ങിയാലോ. അപ്പോൾ നോക്കണേ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് കേരള PSC പുറത്തുവിട്ടിരുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോഴ്സ് വിജ്ഞാപനമാണ് APO എന്ന് വിളിക്കുക, അല്ലേ? എന്ന് വെച്ചാൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ. നോക്കൂ, കാറ്റഗറി നമ്പർ 420/2025 അടിസ്ഥാനമാക്കി വകുപ്പ് നോക്കാം. പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസിലേക്ക്, അതായത് ജയിൽ വകുപ്പിലേക്ക്, പ്രിസൺസ് ആൻഡ് കറക്ഷൻ സർവീസ് അല്ലെങ്കിൽ ജയിൽ വകുപ്പിലേക്ക് APO അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ വിജ്ഞാപനം വിളിച്ചിട്ടുണ്ട്. ശമ്പള സ്കെയിൽ പരിശോധിക്കുക. 27,900 മുതൽ 63,700 വരെയാണ് ശമ്പള സ്കെയിൽ. അതുപോലെ പ്രതീക്ഷിത ഒഴിവുകളൊന്ന് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല സംസ്ഥാനതല ഒഴിവാണ്, അതായത് സ്റ്റേറ്റ് വൈഡ് പോസ്റ്റാണ്, ഒരു ജില്ലാ അടിസ്ഥാനത്തിലല്ല ഇത് പോകണമെന്ന് മറന്നു പോകരുത്. അതുപോലെ തന്നെ അടുത്തൊരു കുറിപ്പ് നോക്കണേ, ആ കുറിപ്പ് കൃത്യമായി ശ്രദ്ധിക്കുക. APO വഹിക്കുന്നവർ ഭിന്നശേഷി ഉദ്യോഗാർത്ഥികളും വനിതാ ഉദ്യോഗാർത്ഥികളും ഈ തസ്തികയ്ക്ക് അപേക്ഷിക്കാൻ അർഹരല്ല. മറന്നുപോലെ, ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികളും വനിതാ ഉദ്യോഗാർത്ഥികളും ഈ തസ്തികയ്ക്ക് അപേക്ഷിക്കാൻ അർഹരല്ല എന്ന് മറന്നു പോകരുത്. അതുപോലെ തന്നെ മുന്നോട്ട് പോകുന്ന വഴിക്ക് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി 3 വർഷമാണെന്ന് മറക്കരുത്. കാരണം നമുക്കറിയാം, ജയിലിനെ സംബന്ധിച്ച് ജയിലിലെ എല്ലാ വിജ്ഞാപനങ്ങളും, ഇപ്പോൾ ജയിൽ സൂപ്രണ്ട് വിജ്ഞാപനം ഇനി വരുന്നുണ്ട്, അതുപോലെ തന്നെ ജയിലിൻ്റെ APO, ഇതെല്ലാം പൊതുവെ ജയിൽ ഡ്രൈവർ എന്നൊക്കെ പൊതുവെ 3 വർഷമാണ് കാലാവധി. എന്നാലും നമുക്കൊന്ന് ആ പോയിന്റുകൾ വായിക്കാം. ആ കുറിപ്പിലെ 3ാമത്തെ പോയിന്റുകൾ നോക്കിയേ. ഈ വിജ്ഞാപന പ്രകാരം തയ്യാറാക്കപ്പെടുന്ന റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വരുന്ന തീയതി മുതൽ ഏറ്റവും കുറഞ്ഞത് 1 വർഷവും ഏറ്റവും കൂടിയത് 3 വർഷവും നിലവിലിരിക്കും. കണ്ടോ, മാക്സിമം 3 വർഷമാണ്. അപ്പോൾ ജയിലിന് മാത്രമുള്ളൊരു സ്പെഷ്യാലിറ്റിയാണത്, മറന്നു പോകല്ലേ. കാരണം ബാക്കിയുള്ള ബീറ്റ്, CPO, സിവിൽ എക്സൈസ് ഒക്കെ 1 വർഷമാണ്, ഫയർഫോഴ്സൊക്കെ. ബാക്കിയുള്ള എല്ലാ ഫോഴ്സിനും 1 വർഷമാണ്. പക്ഷേ ബീറ്റ് 1 വർഷമാണ്. പക്ഷേ ഈ ഒരു ജയിൽ വകുപ്പിൽ മാത്രമുള്ള പ്രത്യേകതയാണ്, ജയിലിലേക്ക് വിളിക്കപ്പെടുന്ന ഈ ഒരു APO, അതുപോലെ ജയിൽ സൂപ്രണ്ട് പോലുള്ള പോസ്റ്റുകൾ 3 വർഷമാണ് കാലാവധി. അതുപോലെ ഏജ് ലിമിറ്റും വളരെ കൂടുതലായിരിക്കും. നോർമലി ഫോഴ്സുകൾക്ക് 27 അല്ലെങ്കിൽ 30 അവസാനിക്കുമ്പോൾ ജയിലിലെ പോസ്റ്റുകൾ 36 ഏജ് ലിമിറ്റ്. അത് നോർമലി ഒരു LDCക്കുള്ള സമാന്തരമായ ഏജ് ലിമിറ്റ് ആയിരിക്കും ജയിലിന് കൊടുക്കുന്നത്. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ജയിലിലെ ഫോഴ്സുകൾക്ക് ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ നമ്മൾ റാങ്ക് ലിസ്റ്റിൻ്റെ കേസ് കണ്ടല്ലോ, 3 വർഷമാണ് കാലാവധി എന്ന് വ്യക്തമായി നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാ ഫോഴ്സുകളെയും കാണുന്ന പോലെ ജയിലിനെ കാണരുത്. അതുപോലെ തന്നെ പ്രായപരിധിയുമായി ബന്ധപ്പെട്ട് ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞില്ലേ, നോക്കൂ, 18 to 36. ഇതൊരു വലിയ സംഭവം തന്നെയാണ്. കാരണം എന്താ? കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, കേരളത്തിലുള്ള ബാക്കിയല്ല, സമാന്തരമായിട്ടുള്ള ബാക്കി എല്ലാ ഫോഴ്സുകളും, CPO, അതുപോലെ തന്നെ ഫയർഫോഴ്സ്, അതുപോലെ സിവിൽ എക്സൈസ്, ഫോറസ്റ്റിലേക്കുള്ള ബീറ്റ് ഫോറസ്റ്റ് ഓഫ്, ഇതെല്ലാം 1 വർഷമാണ് കാലാവധി, അല്ലേ? മാത്രമല്ല ഏജ് ഒരിക്കലും 36 വരാറില്ല. ഒന്നുകിൽ 27 അല്ലെങ്കിൽ 30 കൊണ്ട് നിർക്കുകയാണ്. അങ്ങേ അറ്റം പോയ 31 ജനറൽ OBC 34 വരെ വരും. പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നും അല്ല പോയിരിക്കുന്നത്. 36 തന്നെ ആർക്ക് കൊടുത്തേക്കാണ്? ജനറൽ കൊടുത്തേക്കാണ്. വലിയൊരു അവസരമല്ലേ? 36 തന്നെ ആർക്ക് കൊടുത്തിരിക്കുകയാണ്? ജനറൽ കാറ്റഗറിയാ. നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാം. നോക്കൂ, ഏറ്റവും കുറഞ്ഞ പ്രായപരിധി 18, പരമാവധി 36 വരെയാകാം. ഈ കൊടുത്തിരിക്കുന്ന ആരുടെയാണ്? ജനറൽ കാറ്റഗറി. എൻ്റെ കേസാണ്, മറന്നു പോകല്ലേ. അപ്പോൾ OBCക്ക് എങ്ങനെ വരാം? OBCക്ക് 39 വരാം. SC/STക്കോ 41, 5 വയസ്സ് റിലാക്സേഷൻ. കിട്ടിയോ? ഇനി നമുക്ക് DOB വ്യക്തമായി തന്നെ നോക്കാം. ഇപ്പം 36 ആണെങ്കിൽ, അതായത് ജനറൽ കാറ്റഗറിയെ വെച്ച് പറയുകയാണെങ്കിൽ ഉദ്യോഗാർത്ഥികൾ 2/1/1989 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. 2 രീതികളും ഉൾപ്പെടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് OBCൻ്റെ കേസ് പരിശോധിക്കാം. OBCയിൽ വരുന്ന സമയത്ത് OBCൻ്റെ ഞാനിവിടെ എഴുതാവേ. OBCയെ സംബന്ധിച്ച് DOB വരുന്നത് 2/1/1986 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. അപ്പോൾ OBCക്കാർക്ക് വ്യക്തമായിട്ടുണ്ടോ DOB പറഞ്ഞത്? OBC DOB 2/1/1986 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ക്ലിയർ ആണ്. ഇനി SC/STൻ്റെ പ്രായപരിധി പരിശോധിക്കാം നമുക്ക്. 41 എന്ന് പറഞ്ഞു, 5 വയസ്സ് റിലാക്സേഷൻ. DOBയിൽ പരിഗണിക്കുന്ന സമയത്ത് 89 5 കുറച്ച് 84.
അതായത് നോക്കണേ, 2/1/1984 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ക്ലിയർ ആയിട്ടുണ്ടോ? കാരണം നമ്മൾ ജസ്റ്റ് പ്രായം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, DOB വ്യക്തമായി പറയണം. കാരണം പ്രായത്തിൻ്റെ അറ്റത്ത് നിൽക്കുന്ന ആൾക്കാർ ഒരുപാട് പേര് കാണും. അപ്പോൾ അവർക്ക് ആ DOB പറയുന്ന ഒരുപാട് സഹായിക്കും. അപ്പോൾ SC/ST സംബന്ധിച്ച് 2/1/1984 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം SC/ST. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. അപ്പോൾ ഏജുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പങ്ങൾ പൂർണ്ണമായും മാറിയെന്ന് പ്രതീക്ഷിക്കുന്നു. 36 ജനറൽ, 39 OBC, SC/ST 41. അതിൽ 36 ജനറൽ ആണെങ്കിൽ 986, 2/986. OBC ആണെങ്കിൽ 2/1/900, ജനറൽ ആണെങ്കിൽ 2/1/989, OBC ആണെങ്കിൽ 2/1/986, SC/ST ആണെങ്കിൽ 2/1/984. ക്ലിയർ. ഓക്കെ. ഇനി നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ്സേ പറയുന്നുള്ളൂ. മറന്നുപോലെ +2 എത്തിയിട്ടില്ല, +2 ആയിട്ടില്ല, 10ാം ക്ലാസ്സാണ് ഇപ്പോഴും പറയുന്നത്. 10ാം ക്ലാസ് അവസരം കൂടും, കോമ്പറ്റീഷൻ കൂടും. 10ാം ക്ലാസ് ശരിയല്ലേ? 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതാ പരീക്ഷ ഉണ്ടായിരിക്കണം. അടുത്ത വീണ്ടും മുന്നോട്ട് പോകുന്ന സമയത്ത് ഇനി നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷൻ, ഏവരെയും കാത്തിരിക്കുന്ന കണ്ടീഷൻ ഫിസിക്കൽ കണ്ടീഷൻ. നമുക്ക് ഇതിൻ്റെ ശാരീരിക യോഗ്യത എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞത് 165 മതി, 165 മതി അല്ലേ? നമുക്ക് 165 സെൻറ്റിമീറ്റർ ഉയരവും പൂർണ്ണ ഉച്ഛ്വാസത്തിൽ കുറഞ്ഞത് 81.3 സെൻറ്റിമീറ്റർ നെഞ്ചളവും. അപ്പോൾ അത് ചെസ്റ്റ് എക്സ്പാൻഷനും കാര്യങ്ങളും പറയുന്നുണ്ട്. 165 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ കുറഞ്ഞത് 81.3 സെൻറ്റിമീറ്റർ നെഞ്ചളവും 5 സെൻറ്റിമീറ്റർ നെഞ്ചിന് എക്സ്പാൻഷനും കിട്ടിയിരിക്കണം. അപ്പോൾ അത് കൃത്യമായി ചെക്ക് ചെയ്യണം. അത് അളന്ന് നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ നോട്ടിഫിക്കേഷൻ അയക്കാവൂ. നമ്മൾ നോട്ടിഫിക്കേഷനിൽ ഫില്ല് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ PSCൻ്റെ തുളസി പേജിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് വെക്കുന്ന പോലല്ല. ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്തും ടൈപ്പ് ചെയ്യാം, 165 170 വെക്കാം. പക്ഷെ അതൊരു ശരിയായ രീതിയല്ല. കാരണം തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഫിസിക്കൽ ടെസ്റ്റ് കേരള PSC നടത്തുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഫിസിക്കൽ പരിശോധനയുണ്ട്. നിങ്ങളെ ഫിസിക്കലിൻ്റെ ഒരു 6-7 ഐറ്റം, ഒരു 8 ഐറ്റം ഞാനിപ്പോൾ പറയാം. 8 ഫിസിക്കൽ ഐറ്റത്തിൽ 5 എണ്ണം നമ്മൾ പാസ്സാവേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ 5 എണ്ണം പാസ്സാവുന്നതിന് അല്ലെങ്കിൽ ആ ഒരു 8 ഫിസിക്കൽ ഐറ്റം ചെയ്യാൻ ചെല്ലുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ എന്ത് ചെയ്യും? കൃത്യമായി ഹൈറ്റ് പരിശോധിക്കും. ഹൈറ്റും നെഞ്ചളവും ഓക്കെ ആണെങ്കിൽ മാത്രമേ ഫിസിക്കൽ ചെയ്യിക്കുകയുള്ളൂ. ഒന്നുകൂടെ, ഹൈറ്റും നെഞ്ചളവും ഓക്കെ ആണെങ്കിൽ മാത്രമേ ഫിസിക്കൽ ചെയ്യിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് 165 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ നെഞ്ചളവ് 81.3 സെൻറ്റിമീറ്റർ കിട്ടിയിരിക്കണം. അതുപോലെ നെഞ്ചിൻ്റെ എക്സ്പാൻഷൻ അവിടുന്ന് വീണ്ടും 5 കിട്ടിയിരിക്കണം. ഇനി അതുമായി ബന്ധപ്പെട്ടൊരു കുറിപ്പ് പറയുന്നുണ്ട്. ആ കുറിപ്പൊന്ന് നോക്കിയേ. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ പെടുന്നവർക്ക് 160 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി. അപ്പോൾ SC/ST ഉദ്യോഗാർത്ഥികൾക്ക് 160 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി. അതുപോലെ തന്നെ നെഞ്ചളവിനെ സംബന്ധിച്ച് നെഞ്ചളവ് കറക്റ്റ് കിട്ടിയേ പറ്റൂ. അപ്പോൾ SC/ST വിദ്യാർത്ഥികൾക്ക് ഹൈറ്റിൽ റിലാക്സേഷനുണ്ട്, 160 ഹൈറ്റ് മതി. പക്ഷേ നെഞ്ചളവിൽ ഒരു തരത്തിലുള്ള റിലാക്സേഷനും ആർക്കുമില്ല, ഒരു കാറ്റഗറിക്കുമില്ല. അത് 81.3 സെൻറ്റിമീറ്റർ തന്നെ കൃത്യമായി കിട്ടിയിരിക്കണം. എക്സ്പാൻഷൻ 5 കിട്ടിയേ പറ്റൂ. ക്ലിയർ ആണ്? ക്ലിയർ. ഇനി അടുത്തൊരു കണ്ടീഷൻ നോക്കൂ. അടുത്ത കണ്ടീഷൻ പറയുന്നു കാഴ്ച. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കണ്ടീഷനാണ് കാഴ്ചയുമായി ബന്ധപ്പെട്ട ദൂരക്കാഴ്ച പക്കയായിരിക്കണം. 6/6 തന്നെ കിട്ടിയിരിക്കണം. 2 കണ്ണിനും, വലത് കണ്ണും ഇടത് കണ്ണും രണ്ടിനും 6/6 തന്നെ കിട്ടിയിരിക്കണം. സമീപ കാഴ്ച 0.5 2 കണ്ണിനും, വലത് കണ്ണിനും ഇടത് കണ്ണിനും പക്ക പെർഫെക്റ്റ് ആയിരിക്കണം കാഴ്ച. അപ്പോൾ ദൂരക്കാഴ്ച 6/6, ഇടത് കണ്ണും വലത് കണ്ണും, സമീപ കാഴ്ച 0.5. ക്ലിയർ അല്ലേ? ക്ലിയർ. അപ്പോൾ കണ്ണിൻ്റെ കേസിൽ കണ്ടീഷൻ ഓക്കെയാണ്. ഇത് ഓരോന്നും കൃത്യമായിട്ട് വായിച്ചു നോക്കുക. ബോളിലുണ്ട്. ഓരോ കണ്ണിനും പൂർണ്ണമായ കാഴ്ച ശക്തി ഉണ്ടായിരിക്കണം. വർണ്ണാന്തത, സ്ക്വിൻറ്റ് അല്ലെങ്കിൽ കണ്ണിൻ്റെയോ കൺപോളകളുടെയോ മോർബിഡായിട്ടുള്ള അവസ്ഥ എന്നിവ അയോഗ്യതയെ കണക്കാക്കുന്നതാണ്. വായിച്ചിട്ട് പോണേ. ഹെഡ്സെറ്റ് ഉപയോഗിച്ച് കൃത്യമായി കേൾക്കണേ. ഓരോ കണ്ണിനും പൂർണ്ണമായ കാഴ്ച ശക്തി ഉണ്ടായിരിക്കണം, പക്കയായിരിക്കണം ഞാൻ പറഞ്ഞു. അതുപോലെ അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ കൃത്യമായി കാണിക്കേണ്ടി വരും. അത് കണ്ണിൻ്റെ കാഴ്ചയുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ കാണിക്കണം. അതായത് അസിസ്റ്റൻറ്റ് സർജൻ റാങ്കിൽ കുറയാത്ത ഒരു ഡോക്ടറിൻ്റെ ഇങ്ങനെ സർട്ടിഫിക്കറ്റുകൾ വാങ്ങേണ്ടതായിട്ടുണ്ട്. അതിന് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും കാര്യങ്ങളൊക്കെ ഒരു പകർപ്പും കാര്യങ്ങളും നോട്ടിഫിക്കേഷൻ അവസാന പേജിൽ കൊടുത്തിട്ടുണ്ട്. ഈ നോട്ടിഫിക്കേഷൻ്റെ ലാസ്റ്റ് പേജുകളിൽ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കൂ, ഓരോ കണ്ണിനും പൂർണ്ണമായ കാഴ്ചശക്തി ഉണ്ടായിരിക്കണം. വർണ്ണാന്തത, സ്ക്വിൻറ്റ് അല്ലെങ്കിൽ കണ്ണിൻ്റെയോ കൺപോളകളുടെയോ മോർബിഡായിട്ടുള്ള അവസ്ഥ എന്നിവ അയോഗ്യതയെ കണക്കാക്കുന്നതാണ്.
അപ്പോൾ അതും കൃത്യമായി പറയുന്നുണ്ട്. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷൻ. നമുക്ക് മുട്ടുതട്ട്, പരന്ന പാദം, ഞരമ്പ് വീക്കം, വളഞ്ഞ കാലുകൾ, വൈകല്യമുള്ള കൈകാലുകൾ, കോമ്പല്ല് അല്ലെങ്കിൽ മുൻപല്ല്, ഉന്തിയ പല്ലുകൾ, കൊഞ്ഞ, കേൾവിയിലും സംസാരത്തിനുള്ള കുറവുകൾ എന്നിങ്ങനെയുള്ള ശാരീരിക ന്യൂനതകൾ ഉണ്ടായിരിക്കരുത്. വൺസ് അഗൈൻ റിപ്പീറ്റിംഗ്, ശ്രദ്ധിക്കുക. മുട്ടുതട്ട്, പരന്ന പാദം, ഞരമ്പ് വീക്കം, വളഞ്ഞ കാലുകൾ, വൈകല്യമുള്ള കൈകാലുകൾ, കോമ്പല്ല് അല്ലെങ്കിൽ മുൻപല്ല്, ഉന്തിയ പല്ലുകൾ, കൊഞ്ഞ, കേൾവിയിലും സംസാരത്തിനുള്ള കുറവുകൾ എന്നിങ്ങനെയുള്ള ശാരീരിക ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ന്യൂനതകൾ ഉണ്ടായിരിക്കരുത്. വ്യക്തമായി നോട്ടിഫിക്കേഷനിൽ പറയുന്നു. അത് പക്കയാണ്. അടുത്താണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു 8 ഫിസിക്കൽ ഐറ്റങ്ങൾ കൊടുക്കും. അതിൽ 5 എണ്ണം നമ്മൾ പക്ക ചെയ്തേ പറ്റൂ. നോക്കണേ, ഓരോ കണ്ടീഷനും പറയുന്നുണ്ട്. നമുക്ക് 1 സ്റ്റാർ നിലവാരത്തിലുള്ള നാഷണൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലെ താഴെ പറയുന്ന 8 ഇനങ്ങളിൽ 5 എണ്ണത്തിൽ യോഗ്യത നേടിയിരിക്കണം. ഒന്നാമത്തെ ഫിസിക്കൽ ഐറ്റം ഏതാണ്? 100 മീറ്റർ ഓട്ടമുണ്ട്. എത്ര സെക്കൻഡ് കൊണ്ട്? 14 സെക്കൻഡ് കൊണ്ട് കവർ ചെയ്യണം. രണ്ടാമത്തെ ഹൈ ജമ്പ് 132.20 സെൻറ്റിമീറ്റർ. മൂന്നാമത്തെ ലോങ് ജമ്പ് 457.20 സെൻറ്റിമീറ്റർ. നാലാമത്തെ പുട്ടിംഗ് ദി ഷോട്ട് 7264 കിലോഗ്രാം ഭാരമുള്ളത് 609.60 സെൻറ്റിമീറ്റർ. അടുത്ത ത്രോയിങ് ദി ക്രിക്കറ്റ് ബോളാണ് 6096 സെൻറ്റിമീറ്റർ. അടുത്ത റോപ്പ് ക്ലൈംബിംഗ്, കൈകൾ മാത്രം ഉപയോഗിച്ചിട്ട് 365.80 സെൻറ്റിമീറ്റർ. അടുത്ത പുള്ളപ്പ് അഥവാ ചിന്നിങ് ആണ് 8 തവണ 1500 മീറ്റർ ഓട്ടം 5 മിനിറ്റും 44 സെക്കൻഡും. 5 മിനിറ്റും 44 സെക്കൻഡും. ശ്രദ്ധിക്കണം, ഞാനീ വായിക്കുന്നത് പുരുഷ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷനാണ്. കാരണം ഞാൻ എടുത്തു പറയാൻ കാരണം ഫീമെയിൽ പ്രിസൺ ഓഫീസറിന് മറ്റുള്ള കണ്ടീഷൻസാണ്. അപ്പോൾ ഈ 8 ഫിസിക്കൽ ഐറ്റം എന്ന് പറയുമ്പോൾ ഫീമെയിൽ പ്രിസൺ ഓഫീസറെ സംബന്ധിച്ച് മറ്റൊരു ഫിസിക്കൽ ഐറ്റമാണ് 8 എണ്ണം. അപ്പം അതിൽ മറ്റൊരു വിജ്ഞാപനമാണ്. ഫീമെയിൽ പ്രിസൺ ഓഫീസർക്ക് മറ്റൊരു വിജ്ഞാപനമാണ്. അതിൻ്റെ പരീക്ഷാ ഡേറ്റ് ഉൾപ്പെടെ വന്നു. ഈ വരുന്ന ജനുവരി 2026 ജനുവരി 24 ഫീമെയിൽ പ്രിസൺ ഓഫീസർ പരീക്ഷയുണ്ട്. അതിൻ്റെ കൺഫർമേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ. ഇപ്പോൾ നിലവിൽ കൺഫർമേഷൻ വന്നിട്ടുണ്ട്, ഏവരും കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് മെൻ പ്രിസൺ ഓഫീസറിൻ്റെ കേസാണെന്നൂടെ മറന്നു പോകല്ലേ. റൈറ്റ്, ഇനി വീണ്ടും മുന്നോട്ട് പോകുന്നു. അതാണ്ടേ ഞാൻ നേരത്തെ പറഞ്ഞ കുറിപ്പ് ഒന്ന് വായിച്ചേ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഉദ്യോഗാർത്ഥികളുടെ ശാരീരിക അളവുകൾ അതായത് ഹൈറ്റും ചെസ്റ്റ് എക്സ്പാൻഷനും ചെസ്റ്റും. അപ്പോൾ ഉദ്യോഗാർത്ഥികളുടെ ശാരീരിക അളവുകൾ കായികക്ഷമതാ പരീക്ഷയ്ക്ക് മുന്നോടിയായി എടുക്കുന്നതാണ്. അപ്പോൾ ചെസ്റ്റ് എക്സ്പാൻഷനും ചെസ്റ്റും ഹൈറ്റും ഉണ്ടെങ്കിൽ മാത്രമേ ഫിസിക്കൽ ചെയ്യിക്കുകയുള്ളൂ എന്ന് സാരം. അതാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത പോയിന്റ് വായിച്ചു നോക്കിയേ. നിശ്ചിത ശാരീരിക അളവുകൾ ഇല്ലാത്ത ഉദ്യോഗാർത്ഥികളെ കായികക്ഷമതാ പരീക്ഷയിൽ പങ്കെടുപ്പിക്കുന്നതല്ല. മറന്നുപോലെ അടുത്തൊരൊറ്റ പോയിന്റും കൂടെ. കായികക്ഷമതാ പരീക്ഷയിൽ അപകടം സംഭവിക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആയതിന് പങ്കെടുക്കുവാൻ വീണ്ടും അവസരം കിട്ടുന്നതല്ല. എന്തെങ്കിലും തരത്തിൽ അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു അവസരം കൊടുക്കുന്നതല്ല. അതിൽ അടുത്ത പോയിന്റ്, ഉദ്യോഗാർത്ഥികൾ കായികക്ഷമതാ പരീക്ഷ സമയത്ത് താഴെ കൊടുത്തിട്ടുള്ള ഫോറത്തിൽ സർക്കാർ സർവീസിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അസിസ്റ്റന്റ് സർജൻ ഓർ ജൂനിയർ കൺസൾട്ടന്റ് റാങ്കിൽ കുറയാത്ത റാങ്കിലുള്ള ഒരു മെഡിക്കൽ ഓഫീസറിൽ നിന്നും ലഭിച്ച മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ അസൽ കായികക്ഷമതാ പരീക്ഷാ സമയത്ത് ഹാജരാക്കേണ്ടതാണ്. നോക്കിയല്ലേ. റൈറ്റ്, അപ്പോൾ അതും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ യൂസും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടാണ് നിലവിൽ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ കേരള PSC അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറാണ്. ഇതാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ്. അത് ആ നോട്ടിഫിക്കേഷൻ അവസാനം കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സർട്ടിഫിക്കറ്റാണ് കൃത്യമായിട്ടുള്ള ഫോം, ഹെഡിങ് ഉണ്ട്, ഫോം ഓഫ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇതാണ് കൃത്യമായിട്ട് അസിസ്റ്റൻറ്റ് സർജനിൽ കുറയാത്ത റാങ്കിലുള്ള ഒരു ഡോക്ടറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങേണ്ടതും PSC വെബ്സൈറ്റിൽ വെക്കേണ്ടതും നിങ്ങൾ കായികക്ഷമതാ പരീക്ഷയ്ക്ക് മുന്നേ ഹാജരാക്കേണ്ടതും. മറന്നുപോലെ. അപ്പോൾ ഇതെല്ലാം പക്കയായിരിക്കണേ. റൈറ്റ്, ഇനി നമുക്ക് നോക്കേണ്ടത് അവസാനം ഒരു ഡേറ്റ്. എന്നാണ് അയക്കേണ്ട അവസാന ഡേറ്റ് കാണും. നമുക്ക് December 3 ആയിരിക്കും കേട്ടോ. December 3 ആയിരിക്കും. നമുക്ക് ചെക്ക് ചെയ്യാം, എന്നാലും ഒന്നുകൂടെ നോക്കിയേക്കാം. അപ്പം ലാസ്റ്റ് അത് തന്നെ December 3 ആണ്. മറക്കല്ലേ. അപേക്ഷകൾ കൊടുക്കേണ്ട അവസാന ഡേറ്റ് എന്ന് പറയുന്നത് 3/12/2025 ആണ്. ഇത്രയാണ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ വിജ്ഞാപനത്തെ പറ്റി നിങ്ങൾ അറിയേണ്ടത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ആദ്യം നിങ്ങൾ കൃത്യമായൊരു വെള്ള പേപ്പറും പേനയും ഹെഡ്സെറ്റ് ഉപയോഗിച്ച് വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി കണ്ട് കേട്ട് മനസ്സിലാക്കുക. ആവശ്യമുള്ള കാര്യങ്ങൾ എഴുതി മാറ്റുക. ഇനി അതിനുശേഷവും ഡൗട്ടുകൾ ഈ ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടോ ഇതിൻ്റെ സിലബസുമായി ബന്ധപ്പെട്ടോ ഇതിൻ്റെ ബാച്ചുമായി ബന്ധപ്പെട്ടോ പഠന രീതിയുമായി ബന്ധപ്പെട്ടോ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും സംശയങ്ങളോ ആശയക്കുഴപ്പങ്ങളോ ഉണ്ടെങ്കിൽ കൃത്യമായി നമ്മുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കോൺടാക്ട് നമ്പറുണ്ട്. കൃത്യമായി കോൺടാക്ട് ചെയ്യുക. ബാക്കി എല്ലാ ഡീറ്റെയിൽസും വരുന്ന ദിവസങ്ങളിൽ പറയാം. അതിലൊറ്റ കാര്യം കൂടെ, നിലവിൽ നമ്മുടെ യൂട്യൂബ് ക്ലാസ് കണ്ടുപിടിക്കുന്ന എല്ലാവരും
നമ്മുടെ യൂട്യൂബ് ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക. ബാക്കി എല്ലാ ഡീറ്റെയിൽസും വരുന്ന ദിവസങ്ങളിൽ യൂട്യൂബിലേക്ക് ഷെയർ ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു.